നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ നേരിട്ട് ചർച്ചയ്ക്ക് വേണ്ടി പോകണമെന്നുള്ള ആവശ്യം കാന്താപുരത്തെ തള്ളി കേന്ദ്രം. യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോകാൻ അനുമതി വേണമെന്നായിരുന്നു കാന്താപുരം AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ പ്രതിനിധികളും ആവശ്യപ്പെട്ടത്. എന്നാൽ ഇവരെ അയക്കണമെന്നുള്ള ആവശ്യം കേന്ദ്രം ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. 6 അംഗ മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്ന ആക്ഷൻ കൗൺസിൽ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ചർച്ച കുടുംബങ്ങൾക്കിടയിൽ മാത്രമാണ് നടക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായെന്ന അവകാശവാദത്തിന്റെ പേരിൽ തർക്കങ്ങൾ ശക്തമാകുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കാന്താപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ പ്രതികരണം. വധശിക്ഷ റദ്ദായെന്ന പ്രചാരണങ്ങൾക്കെതിരെ ഇവാഞ്ചലിസ്റ്റ് നേതാവ് ഡോക്ടർ കെ പോളും രംഗത്തെത്തിയത് ഇതിനിടയിലാണ്. വധശിക്ഷ റദ്ദായെന്ന അവകാശവാദത്തിൽ കാന്തപുരം മാപ്പ് പറയണമെന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു കെ പോൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഇത്തരം വാദപ്രതിവാദങ്ങൾ ശക്തമാകുന്നതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ യഥാർത്ഥത്തിൽ റദ്ദാക്കിയോ എന്നുള്ള കാര്യത്തിൽ പ്രതികരിച്ച് കേന്ദ്രം ഇപ്പോൾ ഇന്ന് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇതിനൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ട് വ്യാജമാണെന്നും ഇത്തരം സെൻസിറ്റീവ് വിഷയത്തിൽ ആരും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിന്റെ അവകാശവാദം തള്ളിക്കൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തലാലിന്റെ കുടുംബവുമായി ധാരണയിലെത്തിയെന്നത് നേരത്തെ കാന്താപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും കേന്ദ്രം വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായും അവരെ മോചിപ്പിക്കാൻ ധാരണയിലെത്തിയതായും അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ പാടെ തെറ്റാണ്. ഇത്തരം തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അത്തരം മാധ്യമ റിപ്പോർട്ടുകൾ വ്യാജമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യക്കാരിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. നിമിഷപ്രിയയുടെ കേസിൽ ഇന്ത്യ നിരന്തരമായി ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. കേസിൽ ഇന്ത്യ ഗവൺമെന്റ് സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഫലമായി യമനിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. തങ്ങൾ ഈ വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്തു എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഈ വിഷയത്തിൽ ഇന്ത്യ ചില സൗഹൃദ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊരു സെൻസിറ്റീവും സങ്കീർണവുമായിട്ടുള്ള കേസാണെന്ന് താൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. തെറ്റായ വിവരങ്ങളൊന്നും ഊഹാപോഹങ്ങളിലൂടെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ ചെയ്യരുത്. അത് വസ്തുതാവിരുദ്ധമാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമൻ അധികൃതരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു എന്നായിരുന്നു കാന്താപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നത്. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ച എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായതെന്നായിരുന്നു കാന്താപുരത്തിന്റെ ഓഫീസിന്റെ അവകാശവാദം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീല തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായതെന്നായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് ഇറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വ്യാജമാണെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയിൽ എത്തിയിട്ടില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലവിലത്തെ അറിയിപ്പ്. കാന്താപുരത്തിന്റെ പ്രതിനിധികൾ വിദേശകാര്യ മന്ത്രാലയം, ആക്ഷൻ കൗൺസിൽ എന്നിവ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണെന്ന് അറിയിച്ചു. 2017 ജൂലൈ 25-നാണ് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ
നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയയുടെ വാദം. തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തൽ. തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. വധശിക്ഷ റദ്ദാക്കുന്നതിൽ കൊല്ലപ്പെട്ട തലാലിന്റെ പിതാവിനും മാതാവിനും എതിർപ്പില്ല എന്നാണ് നിലവിലത്തെ സൂചന. പക്ഷേ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മുഹദിക്ക് മാത്രമാണ് വലിയ എതിർപ്പുള്ളത്. യമനിൽ പണ്ഡിത സംഘവും യമൻ ഭരണാധികാരികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചയിൽ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരത്തിന്റെ ഓഫീസ്. ഇതിനിടയിലാണ് സമാധാനത്തിന് കുടുംബം സമ്മതിച്ചതായി കാന്തപുരത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതെന്നും വധശിക്ഷ റദ്ദാക്കിയെന്ന വിവരം പൂർണ്ണമായി തെറ്റാണ് എന്നും തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഞങ്ങളുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നവർ സംസാരിച്ചിട്ടുണ്ടോ എന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും കുറിപ്പിൽ പറയുന്നു. എന്നാൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കേണ്ടവരുമായി നടന്ന ചർച്ചകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് യമനിലെ സൂഫി പണ്ഡിതൻ ഉമർ ബിൻ ഹഫീലിന്റെ ശിഷ്യൻ സവാദ് മുസ്താഫലി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾക്ക് ശുഭ അവസാനമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം എപി അബൂബക്കർ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലോസ് വേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്നാണ് വിവരം.